ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ജോർജ് വർഗീസ് അച്ഛൻ, IA വർഗീസ് അച്ഛൻ, CK ടൈറ്റസ് അച്ഛൻ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, യുവാക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തയേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഹോശാന പെരുന്നാൾ നമുക്ക് ഈ വർഷം ഒരുമിച്ച് ഇത്തരത്തിൽ കൊണ്ടാടുവാൻ തക്കോണം ത്രിയേക ദൈവം ഒരുക്കി തന്ന ഈ വലിയ സമയത്തിനും അവസരത്തിനുമായിട്ട് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ വർഷം നമുക്ക് ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുവാൻ സാധ്യമായി തീർന്നില്ല. എന്നാൽ ഇന്ന് ദൈവം അത് സാധ്യമാക്കി നൽകിയതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. ഇന്നത്തെ നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനും ചിന്തയ്ക്കുമായിട്ട് ഇന്ന് ഏവൻഗേലിയോനായി വായിച്ച വേദഭാഗം ഒരുമിച്ച് ചിന്തിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാകുന്നുവല്ലോ. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. ചില വാക്യങ്ങൾ വീണ്ടും ഒന്നുകൂടെ വായിക്കാൻ താല്പര്യപ്പെടുന്നു. 2-ാമത്തെ വാക്യം: നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവീൻ, അതിൽ കടന്നാൽ ഉടനെ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത ഒരു കഴുതക്കുട്ടിയെ കെട്ടിയിരിക്കുന്നത് കാണും. അതിനെ അഴിച്ചു കൊണ്ടുവരുവീൻ. ഇത് ചെയ്യുന്നത് എന്ത് എന്ന് ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ കർത്താവിന് ഇതിനെക്കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവീൻ. അവൻ ക്ഷണത്തിൽ അതിനെ ഇങ്ങോട്ട് അയക്കും എന്ന് പറഞ്ഞു. 7-ാമത്തെ വാക്യം മുതൽ: അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു, തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറി ഇരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവർ: ഹോശന്ന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്ന എന്ന് ആർത്തുകൊണ്ടിരുന്നു. അവൻ യെരുശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റു നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവോടും കൂടെ ബെഥാനിയയിലേക്ക് പോയി. 11-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വായിക്കുന്നു. And he entered Jerusalem and went into the temple. And when he had looked around at everything, as it was already late, he went out to Bethany with the 12. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് ഈ വലിയ പെരുന്നാൾ ആഘോഷിപ്പാൻ തക്കോണം നീ അവിടുന്ന് ഞങ്ങൾക്ക് ഒരുക്കി തന്ന നല്ല സമയത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുകയാണ്. പ്രിയ കർത്താവേ, യെരുശലേമിലേക്കുള്ള നിൻ്റെ വലിയ യാത്ര കർത്താവേ, അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് രക്ഷ ലഭിപ്പാൻ വേണ്ടിയിട്ട് ക്രൂശ് സഹിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു യാത്രയാകുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നുവല്ലോ. പ്രിയ കർത്താവേ, ഒരു ആഘോഷമായിട്ട്, ഒരു പെരുന്നാളായിട്ട് ഞങ്ങൾ കൊണ്ടാടുമ്പോൾ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള അർത്ഥം മറന്നു പോകുവാൻ തക്കോണം ഇടയാകല്ലേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. വന്നു ചേർന്നിരിക്കുന്ന ഏവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് ഞങ്ങൾക്ക് നൽകി തന്ന സാധ്യതകൾക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവെ, വചനത്തിൻ്റെ മുൻപാകെ ഞങ്ങളായിരിക്കുന്നു. അടിയനെ നിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. നിൻ്റെ ആത്മാവിനാൽ നീ അവിടുന്ന് ബലപ്പെടുത്തണമേ. നീ നൽകിയ ആലോചനകൾ വ്യക്തമായ രീതിയിൽ പറയാൻ തക്കോണം വാക്കും ശബ്ദവും എല്ലാം നൽകി തരണമേ. വ്യത്യസ്ത പ്രിയപ്പെട്ടവർ ഇന്ന് ഇവിടെ ഈ ദേവാലയത്തിൽ വന്ന് ചേർന്നിരിക്കുന്നുവല്ലോ. കുഞ്ഞുങ്ങളുണ്ട്, യുവാക്കളുണ്ട്, മുതിർന്നവരുണ്ട്, മധ്യവയസ്കരുണ്ട്. പ്രിയ കർത്താവെ, ഏവർക്കും മനസ്സിലാകുന്നതായിട്ടുള്ള ഭാഷയിൽ ഈ വചനത്തെ നീ അവിടുന്ന് വിളമ്പിക്കൊടുക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ദൂരെ ഭവനങ്ങളിലിരുന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരുടെ കൂടെ നീ ഉണ്ടായിരിക്കണമേ. മുൻപോട്ടും കർത്താവെ, നിൻ്റെ ശബ്ദം കേൾക്കുവാൻ തക്കോണം നീ അവിടുന്ന് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. ഒരിക്കൽ ഒരു യുവ പട്ടക്കാരൻ വളരെ ആവേശത്തോടുകൂടിയാകുന്നു ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ചത്. ശുശ്രൂഷയിൽ ആദ്യത്തെ പള്ളിയിൽ ചെന്ന ആ ആദ്യത്തെ ദിവസം തൊട്ടേ വളരെ ആവേശത്തോടുകൂടെ, വളരെ ഉത്സാഹത്തോടുകൂടെ തൻ്റെ ശുശ്രൂഷകൾ ചെയ്യാൻ വേണ്ടിയിട്ട് വ്യാപൃതരായി തീർന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഫോൺ വരുന്നത്. ഇടവകയിലുള്ള ഒരു പ്രിയപ്പെട്ട അങ്കിൾ വളരെ അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുന്നു എന്ന്. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ചെന്നു. റൂം തുറന്നു, ICUലാകുന്നു. അകത്തേക്ക് കയറി ചെല്ലുന്നു. അകത്തേക്ക് കയറി ചെന്നപ്പോൾ കണ്ട അവസ്ഥ ഭയങ്കര പ്രയാസം തോന്നി. ആ ഒരു അവസ്ഥയിൽ പ്രിയപ്പെട്ട അങ്കിളിനെ കിടക്കുന്നത് കാണുന്നത്. അവിടെയും ഇവിടെയും എല്ലാം ട്യൂബുകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ പ്രയാസത്തോടുകൂടെയും ഭാരത്തോടുകൂടെയും പ്രിയപ്പെട്ട അങ്കിളിൻ്റെ അടുക്കളേക്ക് ചെന്നിട്ട് അങ്കിളിന് അല്പം കൂടെ പ്രത്യാശ ലഭിക്കുന്നതായിട്ടുള്ള ചില വാചകങ്ങളും വേദപുസ്തകത്തിലെ ചില വാക്യങ്ങളും ഒക്കെയും പറഞ്ഞു. ഇത് പറഞ്ഞപ്പോഴത്തേണ്ട് ദാണ്ടട ഈ അങ്കിൾ 2 കൈകളും ഇങ്ങനെ അങ്ങോട്ട് ഉയർത്തി. അപ്പോഴത്തേന് ഈ അച്ഛന് കുറച്ചും കൂടെ ആവേശവും കുറച്ചും കൂടെ സന്തോഷവുമായി.
അച്ഛൻ അങ്ങോട്ട് കണ്ണടച്ച് ഈ ആവേശത്തിൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പ്രാർത്ഥിച്ച് എല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ നോക്കുന്നതായിട്ടുള്ള സമയത്ത് പ്രിയപ്പെട്ട ഈ അങ്കിള് അടുത്തിരിക്കുന്നതായിട്ടുള്ള ഒരു പേപ്പറും പേനയും എടുത്ത് ഏതാണ്ട് കുറിക്കുന്നതായിട്ട് കണ്ടു. അച്ഛന് ഭയങ്കര സന്തോഷം തോന്നി. ഒട്ടും മിണ്ടാത്തതായിട്ടുള്ള ആള് അച്ഛൻ അങ്ങോട്ട് ചെന്നുടനെ തന്നെ ഇതാ കൈകളൊക്കെയും പൊക്കി ഉയർത്തിയല്ലോ, ഭയങ്കര വലിയൊരു അത്ഭുതം സംഭവിച്ചു എന്ന് കാണാനായിട്ട് ഇടയായി തീർന്നു. അച്ഛൻ ആ പേപ്പർ എടുത്ത് അച്ഛൻ അങ്ങോട്ട് വായിക്കുന്നതായിട്ടുള്ള സമയത്ത് ഇപ്രകാരമാണ് എഴുതിയിരുന്നത്: യു ആർ സ്റ്റാൻഡിങ് ഓൺ മൈ ഓക്സിജൻ ട്യൂബ്. നീ എൻ്റെ ഓക്സിജൻ ട്യൂബിലാണ് നിൽക്കുന്നത്. അത് പറഞ്ഞ് ഈ അങ്കിള് മരിക്കുകയാണ് എന്നാണ് ആ കഥ. യഥാർത്ഥത്തിൽ ചിലപ്പോൾ ഈ കഥ നടന്നിട്ടില്ല, സാങ്കല്പികമായ ഒരു കഥയാണ്. സാങ്കല്പികമായ കഥയാണെന്ന് പറഞ്ഞാൽ പോലും ഈ കഥ നമ്മൾ ഒന്ന് സൂക്ഷ്മമായിട്ട് ഒന്ന് നോക്കുന്നതായിട്ടുള്ള സമയത്ത് ചിലപ്പോഴൊക്കെയും ചില എക്സ്റ്റേണൽ അപ്പിയറൻസസ്, ചിലപ്പോഴൊക്കെയും ചില എക്സ്റ്റേണൽ ഒക്കറൻസസ് നമ്മൾ കാണുന്നതായിട്ടുള്ള സമയത്ത് അറിഞ്ഞോ അറിയാതെയോ എവിടെയെങ്കിലുമൊക്കെയും സട്ടിലായിട്ട് വളരെ വളരെ അങ്ങനെ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കാത്തതായിട്ടുള്ള ചില സംഗതികൾ എവിടെയെങ്കിലുമൊക്കെയും ചിലപ്പോഴെങ്കിലുമൊക്കെയും ഒഴിഞ്ഞു പോകുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധ്യമായി തീരുകയാണ്. ഹോശാനെ കുറിച്ച് എന്ത് നമുക്ക് പറയാനായിട്ട് ഇനിയും പുതിയതുണ്ട്? ഒന്നും തന്നെ പുതിയതില്ല. എത്ര നാളുകളായിട്ടാകുന്നു നമ്മൾ ഈ ഹോശാനയുടെ പ്രസംഗം നമ്മൾ എല്ലാവരും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോശാനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും ഹോശാനെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോഴും പ്രധാനമായിട്ട് യെരുശലേമിലേക്കുള്ള ഒരു പ്രവേശനമാണ്. ദ ട്രയംഫൽ എൻട്രി എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ കർത്താവ് കഴുതക്കുട്ടിയുടെ മുകളിൽ കയറി യാത്ര ചെയ്യുന്ന ആ ഒരു അനുഭവം. 3 കുഞ്ഞുങ്ങളും അവിടെ കൂടിയിരുന്നതായിട്ടുള്ള എല്ലാവരും ഇതാ കുരുത്തോളുകൾ എടുത്ത് വിരിച്ച് അവരുടെ വസ്ത്രങ്ങളും വിരിച്ച് കർത്താവിനെ സ്വീകരിക്കുന്നതായിട്ടുള്ള ആ ഒരു അനുഭവം. എന്തുകൊണ്ടാണ് കർത്താവ് കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തത് എന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യമാണ്. എന്നാൽ പോലും നമ്മൾ ഒന്ന് ചിന്തിക്കണം, വൈ ഡിഡ് ജീസസ് ചൂസ് ദിസ് ഡോങ്കി? എന്തുകൊണ്ടാണ് കർത്താവ് ഈ കഴുതക്കുട്ടിയെ തിരഞ്ഞെടുത്തത് എന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായിട്ട് പരിശോധിക്കുമ്പോൾ, ഇന്ന് വായിച്ച 1-ാം വേദഭാഗം നമ്മൾ പരിശോധിക്കുമ്പോൾ ആ 1-ാം വേദഭാഗത്ത് തന്നെ സക്കറിയ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു, ഇതാ ഈ രാജാവ് കഴുതക്കുട്ടിമേൽ ആയിരിക്കും കയറി വരുന്നത്. ഹംബിൾ കിങ്, ഹി വിൽ ബി കമ്മിങ് റൈഡിങ് ഓൺ എ ഡോങ്കി എന്ന് അവിടെ പറയുന്നതായിട്ട് കാണാം. അപ്പോൾ പ്രൊഫസിയുടെ ഒരു പൂർത്തീകരണം എന്ന് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. എന്നാൽ ക്രിസ്തു മറ്റു രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു രാജാവാണ്. മർക്കോസിന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നതായിട്ടുള്ള സമയത്ത് മർക്കോസിന്റെ സുവിശേഷത്തിൽ അവിടെ പറയുന്നുണ്ട്, എ കോട്ട് വിച്ച് നോ വൺ ഹാസ് എവർ സാറ്റ്. ആരും ഒരിക്കലും ഇരിക്കാത്തതായിട്ടുള്ള ഒരു കഴുതക്കുട്ടിയാകുന്നു കൊണ്ടുവരേണ്ടത് എന്ന് പറയുമ്പോൾ അതിന് തീർച്ചയായിട്ടും ഒരു അർത്ഥമുണ്ട്. ആരും ഒരിക്കലും ഇരിക്കാത്തതായിട്ടുള്ള ഒരു കഴുതക്കുട്ടി. വൈ? നമ്മൾ പഴയ നിയമം ഒന്ന് പരിശോധിക്കുന്നതായിട്ടുള്ള സമയത്ത് ശലോമോൻ രാജാവിൻ്റെ അനോയിന്റിങ് നടന്ന സമയത്ത് അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സംഭവമുണ്ട്. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 38ഉം 39ഉം വാക്യങ്ങൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ശലോമോൻ രാജാവിൻ്റെ അനോയിന്റിങ്ങിന്റെ സമയത്ത് ദാവീദ് രാജാവ് ഉപയോഗിച്ചതായിട്ടുള്ള കോവർക്കർദയുടെ മേളിൽ, മ്യൂളിന്റെ മേളിലാകുന്നു ഈ പറയുന്ന ശലോമോൻ രാജാവ് വന്നിരിക്കുന്നത് എന്ന് പറയുന്നത്. അന്നത്തെ കാലഘട്ടങ്ങളിൽ ഒരാള് രാജ്യത്വം വിടുമ്പോൾ, ഒരാള് അവരുടെ കിങ്ഷിപ്പ് വിട് മറ്റൊരാള് അത് ഏറ്റെടുക്കുമ്പോൾ അവർ ഉപയോഗിച്ചിരിക്കുന്ന പലതും ഇത് ഇപ്പോൾ പുതിയ ആളുകൾ ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. എന്തിന്? സ്ഥാപിക്കാൻ. നൗ ഇറ്റ് ഈസ് മൈൻ, ഇനി ഇത് എൻ്റേതാകുന്നു. ചിലർ ആനിമൽസിനെ ഉപയോഗിക്കും, ചിലർ അവരുടെ വസ്തുക്കളെ ഉപയോഗിക്കും, ചിലർ അവരുടെ സ്ഥലങ്ങളെ ഉപയോഗിക്കും. എന്നാൽ ഇവിടെ ആരും ഇതുവരെ കയറിയിട്ടില്ലാത്തതായിട്ടുള്ള ഒരു കഴുതക്കുട്ടിയെ കൊണ്ടുവരണം എന്ന് കർത്താവ് ഇവിടെ പറയുമ്പോൾ, കർത്താവ് ഇവിടെ ആവശ്യപ്പെടുമ്പോൾ കർത്താവ് പറയുന്നത്, there is no one, there is no kingship that has a predecessor to me. എനിക്ക് മുൻഗാമിയായിട്ട് ഈ ഒരു ശുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ട് ആരും തന്നെ ഇതുവരെ ഇല്ലാത്തത് കൊണ്ട്, ആരും കയറിയിട്ടില്ലാത്തതായിട്ടുള്ള ഒരു കഴുതക്കുട്ടിയെ തന്നെ ആയിരിക്കണം നീ കൊണ്ടുവരേണ്ടത് എന്ന് പറയുന്നു. ഹോശാന, ക്രൈസ്റ്റ് ദ ഇറ്റേണൽ കിങ്, നിത്യരാജാവായ യേശു എന്നാണ് ഇന്ന് സഭയായിട്ട് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം. കർത്താവ് നിത്യരാജാവാകുന്നു എന്നതിന് യാതൊരു സംശയമില്ല. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം ഇന്ന് വായിച്ച ഈ വേദഭാഗം തൊട്ട് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായം വരെ കർത്താവിന്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനവും മുൻപോട്ട് കർത്താവിന്റെ ക്രൂശിലുള്ള അനുഭവവും പീഡാനുഭവവും ആ കാര്യങ്ങളെ ആകുന്നു വർണ്ണിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധ്യമായി തീരും. 1/3 ഭാഗം
മർക്കോസ് സുവിശേഷകൻ കർത്താവിൻ്റെ ഈ ഒരു അവസാനത്തെ ഒരാഴ്ചയുടെ അനുഭവങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് മർക്കോസ് സുവിശേഷകൻ ഉപയോഗിക്കുന്നു. 11-ാം അധ്യായം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ 3 ട്രിപ്സ് നമുക്ക് 11-ാം അധ്യായത്തിൽ തന്നെ കാണാനായിട്ട് പറ്റും. ഒന്നാമത്തെ യാത്ര, യെരുശലേമിലേക്കുള്ള ഈ യാത്ര 11-ാം അധ്യായം തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. ഞായറാഴ്ച ദിവസമാണ് ഇത് നടന്നിരിക്കുന്നത്. അടുത്ത ദിവസം, തിങ്കളാഴ്ച ദിവസം കർത്താവ് ദേവാലയത്തിലേക്ക് പോയി അവിടെ ഈ മണി ചേഞ്ചേഴ്സിനെയൊക്കെയും ക്ലെൻസ് ചെയ്യുന്നതായിട്ടുള്ള അനുഭവം. 3-ാമത്തെ യാത്ര വീണ്ടും പോയി ദേവാലയത്തിൽ വെച്ച് ശാസ്ത്രിമാരും പ്രമാണിമാരുമായിട്ടൊക്കെ ഒരു വാഗ്വാദം, ഒരു ഡിബേറ്റ് നടത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. തുടർന്ന് ബുധൻ, വ്യാഴാഴ്ച പെസഹ, ദുഃഖവെള്ളിയാഴ്ച, ആ അനുഭവങ്ങൾ അങ്ങനെ വിവരിച്ച് പോകുകയാണ്. എന്നാൽ എന്നെ ഈ വേദഭാഗം വായിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം ചിന്തിപ്പിച്ച ഒരു വാക്യമാണ് ഞാൻ വീണ്ടും ഒന്ന് ഉദ്ധരിച്ച് വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. അവൻ യെരുശലേമിൽ ദേവാലയത്തിലേക്ക് ചെന്ന് സകലവും ചുറ്റും നോക്കിയ ശേഷം നേരം വൈകിയതുകൊണ്ട് പന്തിരുവരോടുകൂടെ ബഥാനിയയിലേക്ക് പോയി. 4 സുവിശേഷങ്ങളിലും കർത്താവിൻ്റെ യെരുശലേമിലേക്കുള്ള പ്രവേശനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ 4 സുവിശേഷങ്ങളിലും നിന്നും വ്യത്യസ്തമായിട്ടാകുന്നു മർക്കോസിന്റെ സുവിശേഷം ഈ അവസാന ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് കാണാനായിട്ടിടയായിത്തീരും. മത്തായിയുടെ സുവിശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവിൻ്റെ ഈ യെരുശലേമിലേക്കുള്ള പ്രവേശനം കഴിഞ്ഞാൽ ഉടനെ തന്നെ കർത്താവ് ദേവാലയത്തെ ശുദ്ധീകരിക്കുന്ന ആ ഒരു വലിയ സംഭവം നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നു യെരുശലേമിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് ഇതാ യെരുശലേം നഗരത്തെ ഓർത്ത് വിലപിക്കുന്നതായിട്ടുള്ള ഒരു ക്രിസ്തുവിനെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണാനായിട്ട് സാധ്യമായി തീരും. യോഹന്നാന്റെ സുവിശേഷം നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ ദേവാലയത്തിൽ ചെന്നോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് ഒന്നും തന്നെ അവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരുന്നില്ല. പക്ഷെങ്കിൽ അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെയിരിക്കുന്നു, ചത്തുവെങ്കിലോ അത് അധികം ഫലം കായ്ക്കുന്നു എന്നുള്ള ഒരു വലിയ പഠിപ്പീര് അവിടെ നമുക്ക് കാണാനായിട്ട് സാധ്യമായി തീരും. അതുകൊണ്ട് തന്നെ മർക്കോസിന്റെ സുവിശേഷത്തിലെ ഈ ഒരു വേദഭാഗം ആ ഒരു പടമായിട്ട് നമ്മൾ ഇതിനെ കാണുകയാണെങ്കിൽ കർത്താവ് യെരുശലേമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് സത്യം പറഞ്ഞാൽ കർത്താവ് എന്തെങ്കിലുമൊക്കെയും ചെയ്യേണ്ടതാണ്. പക്ഷെങ്കിൽ യെരുശലേമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞ് ഇതാ കർത്താവ് ഒന്നും ചെയ്യാതെ മടങ്ങിപ്പോകുന്ന ഒരു അവസ്ഥ മർക്കോസിന്റെ സുവിശേഷകൻ നമ്മളെ വരച്ച് കാണിക്കുകയാണ്. യെരുശലേം എന്ന് പറയുന്നത് ഒരു യഹൂദന്റെ ജീവിതത്തിന്റെ സെന്റർ സ്റ്റേജ് ആയിരുന്നു. വളരെ കേന്ദ്ര ബിന്ദുവായിരുന്നു യെരുശലേം എന്ന് പറയുന്ന നഗരം. എല്ലാ തരത്തിലെയും റിലീജിയസ്, സോഷ്യൽ, റിലീജിയസ്, പൊളിറ്റിക്കൽ, ഇക്കണോമിക് സ്ട്രക്ചർ ഇതെല്ലാം ഈ പറയുന്ന യെരുശലേമിനോട് കേന്ദ്രീകരിച്ചിരുന്നു തന്നെ ആയിരുന്നു. അതിൽ യെരുശലേം ദേവാലയം അതിൻ്റെയും സെന്റർ ആയിരുന്നു. യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുകയാണെങ്കിൽ ഒരു രീതിയിൽ യെരുശലേം ദേവാലയത്തിൽ ഇരുന്ന് കർത്താവ് ചുറ്റും നോക്കി എന്ന് പറയുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, ഓരോരുത്തരുടെയും ഹൃദയം ചുറ്റും നോക്കിയതായിട്ടുള്ള കർത്താവ് ഒന്നും പറയാതെ തന്നെ മടങ്ങിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് വായിക്കാം. അതുകൊണ്ട് തന്നെ ഹോശാനകളിൽ നമ്മൾ പൈതങ്ങൾ ആർത്തു വിളിക്കുന്ന ഹോശാനയെക്കുറിച്ച് ഓരോ ഞായറാഴ്ചകളും അല്ലെങ്കിൽ ഓരോ ഹോശാനയിലും നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവ് കഴുതപ്പുറത്ത് കയറി വന്നത് നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, കർത്താവിൻ്റെ ഈ വലിയ ട്രയംഫൽ എൻട്രി നമ്മൾ ധ്യാനിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ വിശ്വസിക്കുന്നത് കർത്താവ് ഇന്ന് എബനേസർ പെരുക്കടയുടെ ഇടവകടയിൽ അകത്ത് കയറി വന്ന് ഒരു പക്ഷെങ്കിൽ അന്ന് മൗനമായി നിന്ന് കടന്നുപോയതുപോലെ ഇന്നും മൗനമായി നിന്ന് കടന്നു പോകുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മളൊന്ന് സൂക്ഷ്മമായി പരിശോധിക്കണം. 3 ചിന്തകൾ മാത്രം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. വൈ ഇസ് ഇറ്റ്, എന്തുകൊണ്ടായിരിക്കും ദ സൈലൻസ് ഓഫ് ജീസസ്? കർത്താവിൻ്റെ ഈ നിശബ്ദത എന്നെ ഒത്തിരി അസ്വസ്ഥപ്പെടുത്തി. എന്തുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്യാതെ അന്ന് ആ സമയത്ത് ദേവാലയത്തിൽ വന്ന് ചുറ്റും നോക്കി എന്ന് പറയുമ്പോൾ ദേവാലയത്തിലെ ഓരോ തൂണും ദേവാലയത്തിന്റെ ഓരോ കതകും ദേവാലയത്തിന്റെ ഓരോ ജനലും നോക്കിയിട്ടല്ല പോയത്. പക്ഷെങ്കിൽ അവിടെ ഉണ്ടായിരുന്നതായിട്ടുള്ള ഓരോ പ്രിയപ്പെട്ടവരുടെയും കണ്ണിൽ നോക്കി, ഓരോ പ്രിയപ്പെട്ടവരുടെയും ഹൃദയത്തിലേക്ക് നോക്കിയിട്ട് കർത്താവ് ഇവിടെ മടങ്ങിപ്പോയതായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും എന്ന് തന്നെ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. 3 ചിന്തകൾ. എപ്പോഴും നമ്മുടെ മുൻപിൽ ഓരോ ചോയ്സുകളുണ്ട്. കർത്താവ് 3.5 വർഷക്കാലം ശുശ്രൂഷ ചെയ്തതായിട്ടുള്ള കാലഘട്ടത്തിലും ആ കൂടെ നടന്നതായിട്ടുള്ള ആളുകൾക്ക് നിരന്തരം കർത്താവ് ചോയ്സ് മുൻപോട്ട് നൽകി കൊടുത്തു. ആ ചോയ്സുകളിൽ എന്താണ് ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തത്? 42 ദിവസങ്ങൾ നോമ്പ് കാലഘട്ടത്തിലെ കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് ഇന്ന് ശരിയായ തെരഞ്ഞെടുപ്പ് ചെയ്യാനായിട്ട് സാധ്യമായി തീർന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളൊരു വലിയ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയണം. 3 ചിന്തകൾ മാത്രം. 1,
Am I preparing for power or am I preparing for passion? ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഒരു ഒരുക്കം? സ്ഥാനം നേടാൻ വേണ്ടിയിട്ടോ പവർ നേടാൻ വേണ്ടിയിട്ടാണോ അതോ പാഷൻ എന്ന് ഞാൻ പറയുമ്പോൾ പി കൊണ്ട് തന്നെ തുടങ്ങണം എന്ന് താല്പര്യപ്പെട്ടുകൊണ്ട് പാഷൻ കൊടുത്തത്, അല്ലെങ്കിൽ സ്നേഹം. Am I preparing for power or am I preparing for passion? മാർക്കസ് ജെ ബോഗ്, ജോൺ ഡൊമിനിക് ക്രോസൻ എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ബുക്കുണ്ട്, ദ ലാസ്റ്റ് വീക്ക്, വാട്ട് ദ ഗോസ്പൽസ് റിയലി ടീച്ച് അബൌട്ട് ജീസസ് ലാസ്റ്റ് ഡേയ്സ്. കർത്താവിൻ്റെ അവസാനത്തെ ആ ഒരു ആഴ്ചയെക്കുറിച്ചാണ് ഈ പുസ്തകത്തിൻ്റെ അകത്ത് പരാമർശിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അകത്ത് മർക്കോസിന്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഈ എഴുത്തുകാർ ആ പരാമർശം നടത്താൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. അതിൻ്റെ അകത്ത് അവർ പറയാൻ ആഗ്രഹിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. വാട്ട് വി കോൾ പാം സൺഡേ ഓർ വാട്ട് വി കോൾ ഹൊസാന featured a choice of two kingdoms, two visions of life on earth. രണ്ട് രാജ്യങ്ങളെ കുറിച്ചാണ് ഈ ഹോശാന നമ്മൾ കൊണ്ടാടുമ്പോൾ. അന്നത്തെ കാലഘട്ടത്തിൽ ഈ സംഭവം ആദ്യമായിട്ട് നടന്നപ്പോൾ കർത്താവ് അവരുടെ മുൻപിൽ രണ്ട് ചോയ്സിനെ വെക്കുകയാണ്. രണ്ട് രാജ്യങ്ങൾ നിനക്ക് തിരഞ്ഞെടുക്കാം, ഇതിൽ ഏത് രാജ്യമാണ് നീ തിരഞ്ഞെടുക്കുന്നത്? രണ്ട് കാഴ്ചപ്പാടുകൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ മുൻപിൽ വെക്കുകയാണ്, ഇതിൽ നിന്ന് ഏതാണ് നീ തിരഞ്ഞെടുക്കുന്നത് എന്ന്. ഒരു പക്ഷെങ്കിൽ വേദപുസ്തകത്തിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും ചരിത്രപരമായിട്ട് ഈ പറയുന്ന എഴുത്തുകാർ പറയുകയാണ്, പെസഹ നടക്കുന്ന സമയത്ത് ഈ പറയുന്ന റോമൻ അധിപതി എല്ലാ പടയാളികളുമായിട്ട് ചേർന്ന് ഇത്രയും അധികം ആളുകൾ വരുന്നത് കൊണ്ട് ഈ റോമൻ പടയാളി കുതിരപ്പുറത്തും തൻ്റെ എല്ലാ സേനയുമായിട്ടും ഇതാ പ്രവേശനം നടത്തിക്കൊണ്ട് ഇരിക്കുമായിരുന്നു. ദേ എൻറ്റേർഡ് ഫ്രം ദ വെസ്റ്റ് ഗേറ്റ് ആൻഡ് ജീസസ് എൻറ്റേർഡ് ഫ്രം ദ ഈസ്റ്റ് ഗേറ്റ്. ഒരു സ്ഥലത്തു നിന്ന് ഇതാ റോമന്റെ സാമ്രാജ്യത്തിന്റെ പ്രധാന തലവൻ ഇതാ ഇവിടെ വരുമ്പോൾ മറ്റേ സ്ഥലത്തു നിന്ന് ഇതാ കർത്താവ് വരികയാണ്. രണ്ട് രാജ്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. ഒന്ന് പവറിനെ സൂചിപ്പിക്കുമ്പോൾ രണ്ടാമത്തെ കർത്താവ് ഈ കഴുതപ്പുറത്ത് വരുന്നതായിട്ടുള്ള സമയത്ത് കർത്താവ് പറയുകയാണ് ഹംബിൾനെസ്സിനെ കുറിച്ചും ജസ്റ്റിസിനെ കുറിച്ചുമാണ് കർത്താവ് ഇവിടെ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ജീവിതകാലം 3.5 വർഷക്കാലവും കർത്താവിൻ്റെ പ്രസംഗത്തിൽ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കാൻ ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും ഇത് തന്നെയാണ്. എൻ്റെ ശുശ്രൂഷ ഇതാണ്. പഠിപ്പിക്കാൻ ആഗ്രഹിച്ചതും താല്പര്യപ്പെട്ടതും ഇത് തന്നെയാണ്. യാത്ര ചെയ്തത് മൊത്തം ഇതിനു വേണ്ടിയിട്ട് മാത്രമാണ്. എന്നാൽ ജനം കർത്താവിനെ അങ്ങനെ കാണാനല്ല ആഗ്രഹിച്ചത്. ജനം അവിടെ ലൈനായിട്ട് നിന്നിരുന്നത് ദാവീദിന്റെ വംശത്തിൽ വന്നതായിട്ടുള്ള ഈ രാജാവ് ഇതാ റോമൻ സാമ്രാജ്യത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രാജാവ് വന്നിരിക്കുന്നു എന്നുള്ളൊരു വലിയ ആഗ്രഹത്തിലും താല്പര്യത്തിലും ഇരിക്കുമ്പോൾ കർത്താവ് വേറെ ഒന്നിനു വേണ്ടിയിട്ടാണ് വന്നത്. ഒരു രീതിയിൽ നോക്കിയാൽ ദ പീപ്പിൾ വാണ്ടഡ് ലോ ആൻഡ് ഓർഡർ, ബട്ട് ജീസസ് സെഡ് ലവ് യുവർ നെയ്ബർ. അവിടെയുള്ള ആളുകൾക്ക് ലോ ആൻഡ് ഓർഡർ വേണ്ടിയതായിട്ടുള്ള സമയത്ത് കർത്താവ് ഒരു പുതിയ ലോ കൊടുക്കുകയാണ്, നീ നിന്റെ അയൽവക്കക്കാരനെ സ്നേഹിക്കുക എന്ന്. When the people wanted a political kingdom, Jesus gave a kingdom of God. ഈ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രാജ്യം ആഗ്രഹിച്ചതായിട്ടുള്ള സമയത്ത് ഇതാ ദൈവരാജ്യം അവരുടെ മുൻപാകെ കൊടുക്കുന്നതായിട്ടുള്ള ഒരു കർത്താവിനെ. സാധാരണ രീതിയിൽ കർത്താവിനെ നമ്മൾ ഒരു റെവല്യൂഷണറി ആയിട്ട് പറയും. ബട്ട് ജീസസ് വാസ് നോട്ട് ആൻ ഇൻസറക്ഷനിസ്റ്റ്. എന്ന് പറഞ്ഞാൽ ഭരണകൂടത്തിനെതിരെ വിപ്ലവം നയിക്കുന്ന ഒരാളല്ലായിരുന്നു ക്രിസ്തു. ക്രിസ്തു തീർച്ചയായിട്ടും ഒരു വിപ്ലവകാരിയാണ്, യാതൊരു സംശയമില്ല. ഹി വാസ് എ റെവല്യൂഷണറി, അതിന് യാതൊരു സംശയമില്ല. എന്നാൽ കർത്താവിൻ്റെ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് വാസ് റെവല്യൂഷൻ ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ റെവല്യൂഷൻ ആകുന്നു. അത് തന്നെയാണ് പുതിയ കമാൻഡ്മെന്റ് കർത്താവ്, പുതിയ കൽപ്പന കർത്താവ് ഇവിടെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ ഈ സ്നേഹമാണ് വൈരാഗ്യത്തെയും വെറുപ്പിനെയും പകയും ജയിക്കുവാൻ ഇടയായി തീർന്നത്. കർത്താവിൻ്റെ ഈ സ്നേഹമാണ് ന്യായവിധിയെ ജയിക്കുവാനായിട്ട് ഇടയായി തീർന്നത്. കർത്താവിൻ്റെ ഈ സ്നേഹമാണ് നിന്ദിക്കലിനെയും ഉപേക്ഷിക്കലിനെയും ജയിക്കാനായിട്ട് ഇടയായി തീർന്നത്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള പ്രിയപ്പെട്ടവരെ, ഇന്ന് എന്തിനു വേണ്ടിയിട്ടുള്ള ഒരു ഒരുക്കമാണ്? ആം ഐ പ്രിപ്പയറിംഗ് ഫോർ പവർ ഓർ ആം ഐ പ്രിപ്പയറിംഗ് ഫോർ പാഷൻ? ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അസംബ്ലി മീറ്റിംഗ് നടക്കുകയുണ്ടായി. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ അസംബ്ലി മീറ്റിങ്ങിൽ കൗൺസിലിൽ ചേരാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ അവരുടെ അപേക്ഷകൾ നടത്തുകയുണ്ടായി. അച്ഛന്മാർക്ക് അതിൻ്റെ അകത്ത് 6 പേർക്ക് ഈ കൗൺസിൽ അംഗം ആകാനായിട്ട് സാധ്യമായി തീരും. അങ്ങനെ താല്പര്യമുള്ള അച്ഛന്മാരൊക്കെയും അവരുടെ നോമിനേഷൻ അവർ കൊടുക്കുകയുണ്ടായി. നോമിനേഷൻ എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ 7 അച്ഛന്മാരുടെ നോമിനേഷൻ വന്നു. 6 പേരെ നമുക്ക് മതി. ഈ നോമിനേഷൻ കൊടുത്തതിൽ നമ്മുടെ ഇടവക അംഗമായിരിക്കുന്ന ബഹുമാനപ്പെട്ട IA വർഗീസ് അച്ഛനും നോമിനേഷൻ കൊടുത്തു. ബാക്കി വന്നതായിട്ടുള്ള അച്ഛന്മാരെ എല്ലാം പരിശോധിച്ച് നോക്കിയാൽ താരതമ്യേന
വളരെ അത്ര സീനിയറായിട്ടുള്ള അച്ഛന്മാരല്ല, താരതമ്യ ജൂനിയർ ആയിട്ടുള്ള അച്ഛന്മാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ കണ്ടപ്പോഴും ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ നിൽക്കണേ, സീനിയറായിട്ട് ആരെങ്കിലും ഒക്കെ വേണ്ടേ അതിൻ്റെ അകത്ത്, അതുകൊണ്ട് നിൽക്കണേ. അപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, അച്ഛാ ഞാൻ അവസാന നിമിഷം വരെ നോക്കും, ആരെങ്കിലും പിന്മാറുകയാണെങ്കിൽ ഞാൻ നിൽക്കും, അല്ലെങ്കിൽ ഞാൻ മാറും. പക്ഷെ പല ഇടത്തു നിന്നും ഞാൻ മനസ്സിലാക്കുന്നു, പ്രിയപ്പെട്ട ഐ എ വർഗീസ് അച്ഛനെ പലരും വിളിച്ചു പറഞ്ഞു, അച്ഛൻ പിന്മാറല്ലേ, അച്ഛൻ പിന്മാറല്ലേ, അച്ഛൻ പിന്മാറല്ലേ. എന്നാൽ നാമനിർദ്ദേശ പത്രിക പിന്മാറേണ്ടതായിട്ടുള്ള ആ അവസാനത്തെ ദിവസം വന്നപ്പോൾ, ആ അവസാനത്തെ നിമിഷത്തിൽ ബഹുമാനപ്പെട്ട ഐ എ വർഗീസ് അച്ഛൻ ഈപ്പൻ ചെറിയാൻ അച്ഛനെ വിളിച്ചു ചോദിച്ചു, ആരെങ്കിലും പിന്മാറിയോ ഇല്ലയോ എന്ന്. ആരും പിന്മാറിയില്ല എന്ന് കണ്ടപ്പോൾ ഐ എ വർഗീസ് അച്ഛൻ പറഞ്ഞു, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയാണ്. ഒരു പക്ഷെങ്കിൽ പിന്മാറിയില്ലെങ്കിലും ഒന്നും സംഭവിക്കത്തില്ല, ഇലക്ഷൻ നടക്കും, അതിൻ്റെ അകത്ത് ആര് ജയിക്കുന്നോ അവർ കയറിപ്പോകും. എന്നാൽ ഒരു അച്ഛന്മാരുടെ ഒരു 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 തെരഞ്ഞെടുപ്പിൽ, ഇത്തരത്തിലെ ഒരു തെരഞ്ഞെടുപ്പിനേക്കാളും കുറച്ചും കൂടെ ഉചിതവും കുറച്ചും കൂടെ നല്ലതും ഒരു രീതിയിൽ കുറച്ചും കൂടെ മാതൃകാപരം ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയും ശൈലിയും ആകുന്നു ഇത് എന്നതിന് യാതൊരു സംശയവുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഓടുന്നത്? പാഷൻ ഫോർ പവർ ഓർ ആം ഐ പ്രിപ്പയറിംഗ് ഫോർ പാഷൻ ഓർ ലവ്? ഇന്ന് എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഒരുക്കം? ഈ നാളുകളിൽ നോമ്പ് പ്രാർത്ഥനകളിൽ വരുമ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ചെറിയ വ്യത്യാസമെങ്കിലും ഉണ്ടാകാനായിട്ട് ഇടയായി തീരുന്നുണ്ടോ? ഫോർ വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ എം പ്രിപ്പയറിംഗ്? എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ ഒരുക്കം? ഞാൻ പവറിന് വേണ്ടിയിട്ടാണോ ഞാൻ ഒരുങ്ങുന്നത്, അതോ ഈ പാഷന് വേണ്ടിയിട്ടാണോ ഒരുങ്ങുന്നത്? കർത്താവ് നമ്മുടെ മുൻപിൽ ഒരു വലിയ വെല്ലുവിളി ഇവിടെ നൽകുകയാണ്. പവറിന് വേണ്ടിയിട്ടല്ല, പാഷന് വേണ്ടിയിട്ട്, സ്നേഹത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ഒരുക്കം എന്ന്. രണ്ടാമത്, ഈ വേദഭാഗം വായിക്കുന്ന സമയത്ത് അടുത്തൊരു ചോദ്യം നമ്മൾ ചോദിക്കണം. ആം ഐ ബീയിങ് എ പ്ലേ ഗോവർ ഓർ ആം ഐ ബീയിങ് എ പ്ലെയർ? ഒരു പക്ഷെങ്കിൽ പ്ലേ ഗോവർ എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ടായിരിക്കും ചിലരെങ്കിലും കേൾക്കുന്നത്. വളരെ ലളിതമായ അർത്ഥമാണ്. പി കൊണ്ട് തുടങ്ങണം എന്നതുകൊണ്ട് മാത്രം ആ വാക്ക് ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ലളിതമായ അർത്ഥമാണ്. കളി കാണാൻ പോകുന്നവരാണോ അതോ കളിക്കുന്നവരാണോ? സിമ്പിളായിട്ട് മലയാളത്തിൽ പറഞ്ഞാൽ, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്? കളി കാണാൻ പോകുന്നവനാണോ അതോ കളിക്കാൻ വേണ്ടിയിട്ടാണോ ഞാൻ പോകുന്നത്? ഇവിടെ ഈ വേദഭാഗത്ത് ഈ കഴുതെ കൊടുത്തതായിട്ടുള്ള ഉടമസ്ഥൻ, അവൻ്റെ പേര് രേഖപ്പെടുത്തിയിട്ടില്ല. ആരാകുന്നു ഈ ഉടമസ്ഥർ എന്നും നമുക്ക് ആർക്കും അറിയത്തില്ല. ഒരു പക്ഷെങ്കിൽ കൊടുക്കത്തില്ല എന്ന ആ ഉടമസ്ഥൻ പറയുകയായിരുന്നെങ്കിൽ ഈ കഥ ആകെപ്പാടെ മാറിപ്പോയേനെ. പക്ഷെ കർത്താവിന് പൂർണ്ണ ഉറപ്പുണ്ടായിരുന്നു, ഇവൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണെങ്കിൽ, ഇവനോട് ഈ കാര്യം പറയുകയാണെങ്കിൽ അവൻ തീർച്ചയായിട്ടും ഈ കഴുതെ തരും എന്നതിന് പൂർണ്ണമായിട്ടുള്ള ഉറപ്പുണ്ടായിരുന്നു. ഒരു രീതി ഞാൻ വിശ്വസിക്കുന്നത്, ജീസസ് ഹാഡ് സീക്രട്ട് അഡ്മയറേഴ്സ്. ഒരു പക്ഷെങ്കിൽ മുൻപന്തിയിൽ കർത്താവിനോടൊപ്പം വന്ന് ഫോട്ടോ നിൽക്കാൻ ചിലപ്പോൾ കാണത്തില്ലായിരിക്കും. പക്ഷേ അല്ലെങ്കിൽ കർത്താവിന് എപ്പോൾ ഏത് ആവശ്യം ഉണ്ടായിട്ടുണ്ടോ, ഇരു ചെവി അറിയാതെ, വലം കൈ ഇടം കൈ അറിയാതെ കർത്താവിനെ സഹായിച്ചതായിട്ടുള്ള പല പ്രിയപ്പെട്ടവരുടെ ഗണത്തിലാകുന്നു ഈ പറയുന്ന ആളുകൾ പെടുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Those secret admirers were there. കർത്താവിന് അറിയാമായിരുന്നു, കൂടെ എടുക്കുന്ന ഫോട്ടോ എടുക്കുന്നവർ ചിലപ്പോൾ ആവശ്യം വരുമ്പോൾ ചിലപ്പോൾ അവരുടെ പൊടി തട്ടിയാൽ പോലും അവരെ കാണാനായിട്ട് കിട്ടത്തില്ല. But this person, you go and you tell him, if somebody asks you, ആരെങ്കിലും നിന്നോട് ചോദിക്കുകയാണ് എന്തിനാണ് ഇത് എടുത്തുകൊണ്ട് പോകുന്നത്, ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, നാഥന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ ഉടനെ അവൻ തന്നിരിക്കും എന്ന് പറയുമ്പോൾ കർത്താവിന് അത്രമാത്രം വിശ്വാസമുണ്ട്. മാക്സ് ലുഗാഡോ ഒരു ബ്യൂട്ടിഫുൾ റൈറ്ററാണ്. പ്രത്യേകിച്ച് യൗവനക്കാര് അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവവുമായിട്ട് കുറച്ചും കൂടെ അടുക്കാനും ആത്മീക ജീവിതം കുറച്ചുകൂടെ നല്ലതാകാനായിട്ട് ഇടയായിത്തീരും. ഒത്തിരി പുസ്തകങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ഒരു ബ്യൂട്ടിഫുൾ ബുക്കാണ് ആൻഡ് ദി ഏഞ്ചൽസ് വർ സൈലന്റ്. കർത്താവിൻ്റെ അവസാനത്തെ ആ ഒരു ആഴ്ചക്കാലത്തെ പറയുന്നതായിട്ടുള്ള ഒരു പുസ്തകമാണ് ആൻഡ് ദ ഏഞ്ചൽസ് വർ സൈലന്റ്. അതിനകത്ത് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. അതിനകത്ത് അദ്ദേഹം പറയുന്നു, ചിലപ്പോഴൊക്കെയും ചില സന്ദർഭങ്ങളിൽ എനിക്ക് തോന്നാറുണ്ട് കർത്താവിന് ഞാൻ ചിലതൊക്കെയും കൊടുക്കണം എന്ന്. പക്ഷെങ്കിൽ എനിക്ക് അത്ര ഉറപ്പില്ല, അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. പക്ഷെ പിന്നെ ഭയങ്കര കുറ്റബോധമാണ്, അയ്യോ ആ ഒരു അവസരം നഷ്ടപ്പെട്ടു പോയല്ലോ എന്നുള്ളൊരു വലിയ കുറ്റബോധമുണ്ട്. ചിലപ്പോൾ എനിക്ക് വീണ്ടും തോന്നാറുണ്ട്, പക്ഷെ ഞാൻ കൊടുക്കത്തില്ല. എന്തുകൊണ്ടാണ്? എൻ്റെ ചില സ്വാർത്ഥത നിമിത്തം ഞാൻ കൊടുക്കാതെ ഇരിക്കുന്നു. അന്നേരവും എനിക്ക് ഭയങ്കര കുറ്റബോധം ഉണ്ട്. എന്നാൽ ചിലപ്പോൾ ഞാൻ കർത്താവ് പറയുന്നത് പോലെ തന്നെ അവനെ അനുസരിക്കുന്നു, അവന് ഞാൻ കൊടുക്കുന്നു. എനിക്ക് ഭയങ്കര അധികമായിട്ടുള്ള ഒരു 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 ഓണർ എനിക്ക് തന്നെ ലഭിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇദ്ദേഹം പറയുകയാണ്, ഓൾ ഓഫ് us ഹാവ് എ ഡോങ്കി. നമുക്കെല്ലാവർക്കും ഇതുപോലെ ഒരു കഴുതക്കുട്ടി ഉണ്ട് കർത്താവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാവർക്കും
ഈച്ച് ആൻഡ് എവ്രി വൺ സിറ്റിംഗ് ഓവർ ഹിയർ, ഈവൻ ഐ ഹു സ്പീക്കിംഗ്, നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ഒരു കഴുതക്കുട്ടിയുണ്ട് ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. വിച്ച് എവർ യുവർ ഡോങ്കി ഈസ്, ഇറ്റ് ബിലോങ്സ് ടു ഹിം. അദ്ദേഹം പറയുന്നത്, ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്, നാഥന് ആവശ്യമുണ്ട്, അതുകൊണ്ട് കൊടുക്കണമെന്ന്. എന്നാൽ ഗ്രീക്കിൽ അതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വേർഡിങ്സ് ഇപ്രകാരമാണ്: ഇഫ് എനിവൺ ആസ്ക്സ് യു വൈ യു ആർ ടേക്കിംഗ് ദ ഡോങ്കി, യു ആർ ടു സേ ഇറ്റ്സ് ലോർഡ് ഈസ് ഇൻ നീഡ്. ഇത് കർത്താവിൻ്റെയാണ്, അതുകൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. അങ്ങനെയെങ്കിൽ എനിക്കുള്ളതായിട്ടുള്ള എല്ലാത്തിൻ്റെ മുകളിലും ഈ കർത്താവിന് അവകാശം ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം, അങ്ങനെ ഒരു പദം ഞാൻ ഉപയോഗിക്കുന്നത് ശരിയാണോ എന്നെനിക്കറിയത്തില്ല, തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം കോവിഡിൻ്റെ ഒരു കാലഘട്ടമായതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും കളിക്കാരല്ലായിരുന്നു, കളി കാണുന്നവരായിരുന്നു, അറിഞ്ഞോ അറിയാതെ. ചിലരൊക്കെ വളരെ താല്പര്യപൂർവ്വം ദേവാലയത്തിൽ എങ്ങനെയാണോ ആരാധിക്കുന്നത് അതേ രീതിയിൽ ഓൺലൈൻ സർവീസുകൾ ആരാധിച്ച ഭവനങ്ങൾ നമ്മുടെ ഇടവകയിലുണ്ട്, യാതൊരു സംശയവുമില്ല. എന്നാൽ ചിലരൊക്കെയും കളി കാണുകയായിരുന്നു. എബനേസർ മാർത്തോമ ഇടവകയുടെ പ്രസംഗം അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഒന്ന് ക്ലോസ് ചെയ്താൽ മതി, അടുത്ത 10 ഇവിടേക്ക് വരുന്നുണ്ട്. വേണമെങ്കിൽ പുലാത്തീനിലോട്ട് ചാടാം, വേണമെങ്കിൽ എറണാകുളത്തോട്ട് പോകാം, അല്ലെങ്കിൽ കഴിഞ്ഞ ഗൾഫിൽ നടന്നതായിട്ടുള്ള ആരാധന എവിടെയെങ്കിലും നമുക്ക് കാണാം. ചാടുകയാണ്, കളി കാണുകയാണ്. കളിക്കാനായിട്ട് പലപ്പോഴും നമുക്ക് ഇടയായി തീർന്നിട്ടില്ല. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം ഞാനൊന്ന് എൻ്റെ ജീവിതവും ഒന്ന് പരിശോധിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മളോട് തന്നെ ഒന്ന് ചോദിക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മളിൽ എത്ര പേര് ദേവാലയത്തിൽ വന്നിട്ടില്ല? ഇന്ന് ഒത്തിരി പേരുണ്ടല്ലോ, അതുകൊണ്ട് പറയാൻ നല്ലൊരു അവസരമാണ്. ഇത്രയും പേരും കിട്ടത്തില്ല. നിങ്ങളെല്ലാവരും ഓൺലൈൻ കാണുന്നുണ്ട് എന്നുള്ള ഒരു വിശ്വാസവും അങ്ങനെ പൂർണ്ണമായിട്ട് എനിക്കില്ല. എന്നാൽ ഇത്രയും പേര് വന്നതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ദേവാലയത്തിലേക്ക് വന്നിട്ടില്ല. എന്നാൽ ഒരു പക്ഷെങ്കിൽ കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ ദേവാലയത്തിലേക്ക് വന്നിരുന്നെങ്കിൽ, ഒരു ഭവനത്തിൽ നിന്ന് 4 പേര് വന്നിരുന്നെങ്കിൽ ഈ 4 പേരും സ്തോത്രാഴ്ച നമ്മൾ ഇവിടെ ഇട്ടിരുന്നേനെ. ഇടവകയെ സംബന്ധിച്ചിടത്തോളം, ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ആ 3 ആഴ്ച 4 ആഴ്ച ഒഴികെ ഒരു ശുശ്രൂഷയും ഒരു ആരാധനയും മുടക്കാത്ത രീതിയിൽ ചെയ്യുവാൻ തക്കോണം പ്രയത്നിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്, ഭയങ്കര ദുഃഖമാണ്. ഇത് പറയുമ്പോൾ എല്ലാവരോടുമല്ല പറയുന്നത്, വിരലയിൽ എണ്ണാൻ വേണ്ടിയിട്ടുള്ള 2, 3, 4, 5 പേരുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ചക്കാലം, ഈ കഴിഞ്ഞ ഒരു വർഷക്കാലം വരാതിരുന്നപ്പോൾ എഴുതിക്കൊടുത്ത് ഈ പറയുന്ന ദിവസത്തെ സ്തോത്രകാഴ്ച ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന്. ഭവനങ്ങളിലിരുന്ന് ഞാൻ ഇത് കാണുമ്പോൾ ഐ വാസ് നോട്ട് ബീയിങ് എ പ്ലെയർ, ഐ വാസ് ജസ്റ്റ് ബീയിങ് എ സ്പെക്ടേറ്റർ. ഞാൻ കളി കാണുക മാത്രമായിരുന്നു ചെയ്യുന്നത്. ബാക്കിയുള്ള ദിവസങ്ങളിൽ ഇവിടെ ആരാധനയിൽ വന്ന് പങ്കെടുക്കുമ്പോൾ ആത്മാവിലും ശരീരത്തിലും എല്ലാ രീതിയിലും എനിക്ക് കുറച്ച് നൊമ്പരങ്ങളോടുകൂടിയാകുന്നു ഞാൻ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. പക്ഷെങ്കിൽ ഈ ഒരു കഴിഞ്ഞ ഒരു വർഷക്കാലം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ we were all being spectators. ചുമ്മാതിരുന്ന് നോക്കുകയാണ്, ചുമ്മാതിരുന്ന് കളി കാണുകയാണ്. ഒരു നയ പൈസയുടെ വിഷമം പോലും പ്രയാസം പോലും ചിലപ്പോഴെങ്കിലും പറയുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം, പക്ഷെങ്കിൽ ചിലർക്കെങ്കിലും അനുഭവിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ പോലും ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ കളിക്കാരല്ലായിരുന്നു, കളി കാണുന്നവരായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടക്കുന്നവരും പലരും കളി കാണുന്നവരായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടിലുള്ളതൊന്നും കൊണ്ടുവരാൻ കർത്താവ് പറഞ്ഞില്ല എന്ന് ഞാൻ അങ്ങ് വിശ്വസിക്കുകയാണ്. പക്ഷെങ്കിൽ there are few secret admirers. കർത്താവിനെ ആരോടും പറയത്തില്ല, മിണ്ടാതെ. പക്ഷേങ്കിൽ കർത്താവിന് ഉറപ്പുണ്ട്, എനിക്കൊരാവശ്യമുള്ളപ്പോൾ ഇവൻ തീർച്ചയായിട്ടും തന്നിരിക്കും, ഇവൻ തീർച്ചയായിട്ടും തരും എന്നുള്ളൊരു വലിയ ഉറപ്പുണ്ട്. എന്നെ കേൾക്കുന്നതായിട്ടുള്ള മാതാപിതാക്കളെ, ഇന്ന് സൗജന്യമായിട്ട് നമുക്ക് ഇങ്ങനെ കൂടാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ ലഭിക്കുമ്പോഴും ഇന്നും നമ്മൾ ആഗ്രഹിക്കുന്നത് സ്പെക്ടേറ്ററായിരിക്കാൻ, കളി കാണാനാണ്. കളിക്കാൻ നമ്മൾ താല്പര്യപ്പെടുന്നില്ല. അതിൻ്റെ ഒരു വലിയ ഉദാഹരണമാകുന്നല്ലോ നമ്മുടെ കൺവീനർമാരുടെ ഇലക്ഷൻ നടക്കുന്നതായിട്ടുള്ള സമയത്ത് പലരും പ്രാർത്ഥനയിൽ വരുന്നില്ല, പേടിയാണ്. എന്തിനാണ്? വന്നാലോ, ഏറ്റെടുക്കേണ്ടി വന്നാലോ. എന്നാൽ ചില കഴുതകൾ നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചിലർ കഴുതകളായെങ്കിൽ മാത്രമേ ഒരു ഇടവക നന്നായി മുൻപോട്ട് പോകത്തുള്ളൂ. ചിലർ ആ ശുശ്രൂഷ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി തീർന്നെങ്കിലേ മുൻപോട്ട് പോകത്തുള്ളൂ. അവിടെയാണ് മാക്സ് ലുക്കാഡോ പറഞ്ഞ ആ ഒരു കാര്യം തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് കൊള്ളണം. എന്നോട് കർത്താവ് പറയുന്നുണ്ട്, നീ ഇത് ഏറ്റെടുക്കണം. പക്ഷെങ്കിൽ ഞാനത് ഏറ്റെടുത്തില്ല. പിന്നീട് എനിക്കൊരു കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നവരുടെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നോട് കർത്താവ് പറയുന്നുണ്ട്, പക്ഷേ എൻ്റെ ചില സ്വാർത്ഥ താല്പര്യം കൊണ്ട് ഞാനത് ഏറ്റെടുക്കുന്നില്ല. പിന്നീട് എനിക്ക് കുറ്റബോധം ഉണ്ടാകുന്നുണ്ട്. എന്നാൽ ചിലർ ഈ ഒരു ശുശ്രൂഷ തരുന്നതായിട്ടുള്ള സമയത്ത് വളരെ സന്തോഷത്തോടുകൂടെ, ചിലപ്പം ചെയ്യാൻ പറ്റുന്നില്ല, ചിലപ്പോൾ ബുദ്ധിമുട്ടാണ്, പക്ഷെങ്കിൽ ഐ എം ടേക്കിംഗ് ഇറ്റ് ഫോർ ഡൂയിങ് ഇറ്റ് ഫോർ ദ ലോർഡ്. ദൈവത്തിന് വേണ്ടിയിട്ട് ഇതാ ഞാനിത് ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, 2 ചോദ്യങ്ങൾ ഈ ഹോശാന ഞായർ, ഈ കഷ്ടാനുഭവ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നതിന് മുൻപ് നമ്മുടെ മുൻപാകെ 2 ചോദ്യങ്ങളുണ്ട്. ആം ഐ പ്രിപ്പയറിംഗ് മൈസെൽഫ് ഫോർ പവർ ഓർ ആം ഐ പ്രിപ്പയറിംഗ് മൈസെൽഫ് ഫോർ പാഷൻ?
ആം ഐ ബീങ് എ പ്ലേ ഗോവർ? കളി കാണുന്നവനാണോ അതോ കളിക്കുന്നവനാണോ? ഏതാണ് എനിക്ക് താല്പര്യം? അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആം ഐ പെർസീവിങ് ലിവിങ് ഓർ ആം ഐ പെർസ്യൂവിങ് ലൈഫ്? പെർസീവിങ് ലിവിങ് എന്ന് പറയുമ്പോൾ ജീവിതത്തെ ഞാൻ നിരീക്ഷിക്കുകയാണോ അതോ ഈ ജീവന് വേണ്ടിയിട്ട് ഞാൻ അനുഗമിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായി തീരുകയാണ്? ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് നടന്ന ആ നിമിഷം വരെ, കർത്താവ് മൂന്നാമത് പ്രത്യക്ഷപ്പെട്ട ആ നിമിഷം വരെ അവർ നിരീക്ഷിക്കുകയാണ്, കർത്താവിൻ്റെ ജീവിതം നിരീക്ഷിക്കുകയാണ്. എങ്ങനെയായിരിക്കും ഈ കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നാൽ? വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഗെറ്റ്? എനിക്ക് എന്തൊക്കെ കിട്ടും? ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, ഞാൻ ഇതെല്ലാം വിട്ടിട്ടാണ് വന്നത്, എനിക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ച ശിഷ്യന്മാർ നമുക്ക് പരിചിതമാണ്. അതുകൊണ്ട് ഇന്നും ക്രിസ്ത്യാനികളായി നമ്മൾ അഭിമാനിക്കപ്പെടുമ്പോൾ ഈ ക്രൂശിലേക്കുള്ള യാത്രയുടെ ആദ്യത്തെ ഘട്ടമെന്ന് യെരുശലേമിലേക്കുള്ള ആ ഒരു പ്രവേശനം ഇന്ന് നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഓരോരുത്തരും കൊടുക്കേണ്ട ഒരു ഉത്തരമാണ്, ആം ഐ പെർസീവിങ് ലൈഫ് ഓർ ആം ഐ പെർസ്യൂവിങ് ലൈഫ്? ജീവിതത്തെ ഞാനൊന്ന് നിരീക്ഷിക്കുകയാണോ അതോ ശരിയായിട്ട് ജീവിതം അനുഗമിക്കാനായിട്ട് ഇടയായി തീരുകയാണോ? ആ ജനം വിചാരിച്ചു ഇസ്രായേലിന് വിടുതൽ നൽകാനാണ് കർത്താവ് വന്നത്. അല്ല, ഇസ്രായേൽ ജനത്തിന് പറയുമ്പോൾ സ്വന്തം നമുക്ക് ഓരോരുത്തർക്കും വിടുതൽ നൽകാൻ വേണ്ടിയിട്ടാണ് കർത്താവ് വന്നത്. പീഡനത്തിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, സ്വാർത്ഥതയിൽ നിന്ന്, ദുരാഗ്രഹത്തിൽ നിന്ന്, ആഗ്രഹങ്ങളിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ഇതിൽ നിന്നൊക്കെയും ഒരു വിടുതൽ നൽകാനാണ് കർത്താവ് നമുക്ക് വന്നത്. പൊളിറ്റിക്കലായിട്ടുള്ളൊരു വിടുതലല്ല, എന്നാൽ എൻ്റെ സെൽഫിൻ്റെ ഒരു വിടുതലിന് വേണ്ടിയിട്ടാണ് കർത്താവ് വന്നിരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുഞ്ഞുങ്ങളെ, കർത്താവിൻ്റെ ഒരു രാജത്വം എന്ന് പറയുന്നത് അത് അനുസരണമാണ്, ഒരു ഡിവൈൻ കോളിംഗ് ആണ്. അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് എനിക്കിന്ന് സാധ്യമായി തീരുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ വളരെ എളുപ്പത്തിൽ പറഞ്ഞു പോവുകയല്ലേ. കർത്താവ് യെരുശലേമിൽ പ്രവേശിച്ചു, ഓരോന്ന് ചെയ്തു, ക്രൂശിൽ കയറി. പക്ഷേ ഈ ഒരാഴ്ചക്കാലം നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. കർത്താവ് നമ്മളോട് പറയുക, അല്ലെ ഡോക്ടർ നമ്മളോട് പറയുക, ഇനി ജീവിക്കാൻ ഒരാഴ്ച. ആ ഒരാഴ്ച നമുക്കുണ്ടാകുന്ന സംഘർഷം എന്തൊക്കെയായിരുന്നേനെ, നമുക്കുണ്ടാകുന്ന ആവലാതികൾ എന്തൊക്കെയായിരുന്നേനെ. ഹി വാസ് ഓൾസോ ഫുള്ളി ഹ്യൂമൻ, മനുഷ്യനായി തന്നെയാണ് ഇവിടെ ജീവിച്ചത്. മനുഷ്യൻ്റെ ഓരോ വികാരങ്ങളും നമ്മുടെ നാഥനുണ്ടായിരുന്നു. ആ അവസാനത്തെ ആ ഒരു ആഴ്ചക്കാലം തന്നെയായിരുന്നു, ഏകനായിരുന്നു, ആരുമില്ല കൂടെ. ആരോട് പങ്കുവയ്ക്കാൻ പറ്റും? ആരോട് പറയാനായിട്ട് പറ്റും? അതെല്ലാം ഓർത്തപ്പോൾ ദേവാലയത്തിൽ ഇന്നും ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ നിൽക്കുകയാണ് കർത്താവ്. കാരണം നമ്മൾ വിശ്വസിക്കുന്നല്ലോ, 2 or 3 പേർ എവിടെയുണ്ടോ അവിടെ നമ്മുടെ നാഥനുണ്ട്. ഓരോരുത്തരെയും നോക്കുകയാണ്, എന്നെ നോക്കുകയാണ്. നോക്കിയിട്ട് മൗനമായിട്ടാണോ ഇന്ന് മടങ്ങിപ്പോകുന്നത്? ഇന്ന് എൻ്റെ ആഗ്രഹവും എൻ്റെ താല്പര്യവും എന്താണ്? പവറിന് വേണ്ടിയിട്ടും അധികാരത്തിന് വേണ്ടിയിട്ടുമുള്ള ഒരു താല്പര്യമാണോ? അതോ ഈ ശുശ്രൂഷയിലായതുകൊണ്ട് സ്നേഹത്തിൻ്റെ ആ ഒരു വലിയ അനുഭവം മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധ്യമായി തീരുന്നുണ്ടോ? ഇന്ന് കളി കാണാനാണോ എനിക്കിഷ്ടം? കളിക്കാനാണോ എനിക്കിഷ്ടം? കളിക്കണമെങ്കിൽ കുറച്ച് സാക്രിഫൈസ് ഉണ്ട്. ചുമ്മാ അത് കളിക്കാൻ പറ്റത്തില്ല. കളിക്കണമെങ്കിൽ നമ്മൾ അല്പം വിയർക്കും, നമ്മൾ അല്പം അധ്വാനിക്കും, നമ്മുടെ ഉള്ള കീശയിൽ നിന്നുള്ളത് ചിലതൊക്കെയും പോകും. കാണാൻ ഭയങ്കര സുഖമാണ്, ഒരു കുഴപ്പമില്ല. നമ്മൾ ചുമ്മാതിരുന്ന് കണ്ടാൽ മതി, വിമർശിച്ചാൽ മാത്രം മതി. ബട്ട് വാട്ട് ഈസ് ഇറ്റ് ദാറ്റ് ഐ എം ഗോയിങ് ടു ഡു? കളിക്കാരനാകാനാണോ താല്പര്യം അതോ കളി കാണാനാണോ താല്പര്യം? ഈ ഒരു വർഷക്കാലം നമ്മൾ ആരായിരുന്നു? എൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഈ ഒരു ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ട് മാത്രമേ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പോകാവൂ. ഈ ഒരു വർഷക്കാലം ഞാൻ ഒരു കളിക്കാരനായിരുന്നോ, ഞാൻ കളി കാണുന്നവനായിരുന്നോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കേണ്ടത് അത്യാവശ്യമാണ്. അവസാനമായിട്ട് എൻ്റെ ഈ ജീവിത യാത്രകളിൽ ഞാൻ എന്തിനെയാണ്? ജീവിതത്തെ നിരീക്ഷിക്കുകയാണോ അതോ ഈ ജീവിതത്തെ അനുഗമിക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു വലിയ വിളി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തയ്യാറായി തീരുകയാണ്? കർത്താവ് ആ വിളി സ്വീകരിച്ചതുകൊണ്ടാണ് മുൻപോട്ട് യാത്ര ചെയ്യാൻ ഇടയായി തീർന്നത്. നമ്മുടെ യാത്രകളും അങ്ങനെയായി തീരട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ നമുക്ക് വണക്കാം, കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല കർത്താവാം ദൈവമേ, നിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾക്ക് വന്നു ചേരുവാൻ, വീണ്ടും ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിക്കുവാൻ നീ അവിടുന്ന് ഇടയായി തീർന്നല്ലോ. കർത്താവെ, പല ഇടങ്ങളിൽ നീ നിശബ്ദത പാലിക്കുന്നുണ്ട്. പലപ്പോഴും ഞങ്ങളത് മനസ്സിലാക്കാറില്ല, ഞങ്ങളത് ഗ്രഹിക്കാറില്ല, ഞങ്ങളത് കാണാറില്ല. കണ്ടെങ്കിലും കണ്ടില്ല എന്ന് ഞങ്ങൾ നടിക്കുകയാണ്. എന്നാൽ കർത്താവെ, യെരുശലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ച് ചുറ്റും നീ നോക്കി. ചുറ്റും നോക്കിയതായിട്ടുള്ള സമയത്ത് എന്ത് പറയാൻ? 3.5 വർഷക്കാലം പറഞ്ഞതിനൊന്നും ഒരു പ്രയോജനമില്ല എന്ന് തോന്നിയതായിട്ടുള്ള ഒരു നിമിഷം ചിലപ്പോൾ നിനക്കുണ്ടായി കാണും.
ഒരു പക്ഷെങ്കിൽ കർത്താവെ 40-ലേറെ വർഷക്കാലമായിട്ട് ഒരു ഇടവകയായിട്ട് ഞങ്ങൾ ഇവിടെ ആയിരിക്കുമ്പോൾ ഈ പറഞ്ഞതെല്ലാം വ്യർത്ഥമായി എന്ന് ഒരു പക്ഷെങ്കിൽ തോന്നലുണ്ടായി. ഇന്നും നീ മൗനമായിട്ട് ഇരിക്കുകയായിരിക്കും. കർത്താവെ, ഒരു വ്യത്യാസം സംസാരിച്ചതായിട്ടുള്ള ദാസനിലും കേട്ടതായിട്ടുള്ള നിന്റെ പ്രിയജനത്തിലും ഉണ്ടാകുവാൻ തക്കോണം ഇടയായി തീരണമേ. അധികാരത്തിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പിനേക്കാൾ കൂടുതൽ ഒരു ത്വര, ഒരു ആഗ്രഹം, നിന്റെ സ്നേഹം പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആഗ്രഹം. കർത്താവെ, വെറുതെ ഇരുന്ന് കളി കാണുന്നതിനേക്കാൾ കൂടുതൽ ആ കളിയിൽ പങ്കാളിയായി തീരാൻ ഒരു എക്സ്ട്രാ എന്ന നിലയെങ്കിലും, അല്പം വെള്ളമെങ്കിലും എടുത്തു കൊടുക്കുന്ന ഒരു ശുശ്രൂഷയെങ്കിലും ഞങ്ങൾക്ക് ചെയ്യുവാൻ തക്കോണം അവിടുന്ന് നീ ഇടയാക്കണമേ. ശുശ്രൂഷകളിൽ ഞങ്ങളുടെ പങ്ക് ഞങ്ങൾക്ക് വഹിപ്പാൻ ഇടയാക്കി തീർക്കണമേ. കർത്താവെ, പലപ്പോഴും ഞങ്ങൾ ഈ ജീവിതം നിരീക്ഷിക്കുകയാണ്. ഏതാണ് ഉചിതം, ഏതാണ് നല്ലത് എന്ന് പലപ്പോഴും ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. പക്ഷേ നിരീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ നീ നൽകിയ ആ ഒരു വലിയ വിളി, ആ വിളി അനുഗമിക്കുവാൻ തക്കോണം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നീ അവിടുന്ന് ഇടയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ബലഹീനരാകുന്നു. പ്രിയ കർത്താവേ, നിന്റെ ബലത്താൽ നീ നയിക്കണമേ. ഈ ആഴ്ച, ഈ വരുന്ന ഒരാഴ്ചക്കാലം ഞങ്ങൾ നിന്റെ ക്രൂശിനെ ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ആ ക്രൂശിൻ്റെ അനുഭവത്തിലേക്ക് ഞങ്ങൾക്കും എത്തിച്ചേരുവാൻ തക്കോണം കർത്താവെ പങ്കാളികളായി തീരുവാൻ ഞങ്ങളെ എല്ലാവരെയും നീ അവിടുത്തെ എടുത്ത് ഉപയോഗിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയുണ്ടായി കേൾക്കുമാറാകണം.